ഈ വി ഡി സതീശൻ ഒരുപാട് നേതാക്കളുണ്ടല്ലോ, അവരുടെയൊക്കെ പേരും പറയുന്നുണ്ട്. വി ഡി സതീശൻ തന്നെ ആകണമെന്ന് പറയുമ്പോൾ നമ്മളെപ്പോലുള്ള എല്ലാ പ്രായത്തിലുള്ളവരെ മാത്രമല്ല പല പാർട്ടിയിലുള്ളവരും കൂട്ടി യോജിച്ച് ഇപ്പോഴത്തെ ഒരു എല്ലാ കോട്ടകളും പൊളിച്ചു എന്നുള്ളൊരു വാർത്ത ഇപ്പം വരുന്നുണ്ട്. അത് UDFന്റെ മാത്രം വോട്ട് കൊണ്ടാണെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാ പാർട്ടികളും എല്ലാ പ്രായത്തിലുള്ളവരും ഒരുമിച്ച് നിന്ന് വോട്ട് ചെയ്യാനുള്ള കാരണം വി ഡി സതീശൻ നൽകിയ ആ ഒരു നേതൃത്വം തന്നെയാണ്. ഒരിക്കലും എന്റെ ടീം നിന്റെ ടീം എന്ന് പറയുകയോ അങ്ങനെയൊന്നും ചെയ്തതല്ല ചെയ്തത്. നമ്മളെല്ലാവരും സഖാക്കളെ ഉൾപ്പെടെ നല്ല സഖാക്കളുണ്ട്, അവര് നമുക്ക് വോട്ട് ചെയ്യുമെന്നും പറഞ്ഞിട്ട് നമ്മുടെ കൂടെ നിർത്തിയ ഒരാളാണ് വി ഡി സതീശൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം അയാളുടെ വിജയമാണ് ഇതെന്ന് ഞാൻ തീർച്ചയായിട്ടും പറയുന്നു. കോട്ട കൊത്തളങ്ങൾ പൊളിച്ച വി ഡി സതീശൻ തന്നെ അതിനുവേണ്ടി എത്ര രാത്രി വരെ നിൽക്കാനും തയ്യാറാണ്. എന്താണ് വി ഡി സതീശനോട് ഇത്ര ഒരു മറ്റുള്ള നേതാക്കന്മാർ ഞാനിപ്പോൾ ഓരോരുത്തർ പേര് പറയായിരുന്നു, RC ഉണ്ട്, KC ഉണ്ട്, VDയോട് മാത്രം എന്താണ് ജനസുകൾക്കെല്ലാം ഇത്ര? പുള്ളിയുടെ വ്യൂസ് ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആണ്, നമുക്ക് എല്ലാവർക്കും വേണ്ട ആവശ്യങ്ങൾ തന്നെ പുള്ളി പറഞ്ഞിട്ടുള്ളത്. ഏത് വ്യൂ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്? ഒരു വ്യൂ ഞാൻ ഒത്തിരി ഇന്റർവ്യൂസ് കണ്ടിരുന്നു, അപ്പോൾ ഒട്ടുമിക്ക വ്യൂസ് എനിക്ക് താല്പര്യമുള്ളതാണ്. ഏത് കാഴ്ചപ്പാടിനോടാണ് നിങ്ങൾക്ക് പ്രിയം? 100 സീറ്റ് അദ്ദേഹത്തിന്റെ ഒരു ഷുവർ ഷോട്ടായിട്ട് അദ്ദേഹം വളരെ കോൺഫിഡൻസ് ആയിട്ട് പറഞ്ഞു. അപ്പോൾ ആ പറഞ്ഞ സമയത്ത് നമ്മൾക്ക് പരിചയമുള്ള കോൺഗ്രസ്സുകാരാണെങ്കിൽ പോലും അവർ വരെ പറഞ്ഞു 100-ൽ 100 സീറ്റ് എന്തായാലും കിട്ടില്ല, ഒരു 80-90 റേഞ്ചിലും കിട്ടുള്ളൂ. പക്ഷേ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പം പുതുപ്പള്ളിയിലാണെങ്കിലും ഓരോ സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ ഭൂരിപക്ഷം വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് നേടിയെടുക്കാൻ പറ്റിയെന്നുള്ളത് തന്നെ ഒരു പ്രഡിക്ഷൻ കിങ്. അതാണോ നിങ്ങളെ അട്രാക്ട്? ഒരു പ്രഡിക്ഷൻ കിങ്ങും മാത്രമല്ല, അതിലുപരി അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മന്ത്രിമാരെ സെലക്ട് ചെയ്യണമെങ്കിൽ ഒരു മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ അതിലുള്ള മന്ത്രിമാർക്കൊക്കെ ഒരു പ്രൊഫഷണൽ ട്രെയിനിങ് കൊടുക്കുക എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രവചനമുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട്. ഇതൊക്കെ കേരളത്തിലുള്ള ഏജൻസി ആയിട്ടുള്ള ഞങ്ങൾ കാണാൻ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കും.